മറ്റൊന്നുകൂടി പറയട്ടെ, ബാപ്പയുടെ ഉമ്മയുടെ മുതല് അവിഹിതമായ രൂപത്തിൽ നിങ്ങൾ സ്വീകരിച്ചേക്കരുത്. ബാപ്പ മരിച്ചുപോയി, 25 കൊല്ലം നോമ്പ് ഖളാ ഉള്ള ബാപ്പയാണ്. ഒന്ന് കൂട്ടി നോക്കൂ, 25 30 വെച്ചിട്ടൊന്ന് ഗുണിച്ചു നോക്കൂ. ആ ബാപ്പാന്റെ അത്രയും നോമ്പ് നോറ്റ് വീട്ടാൻ മക്കളാരും ഒരുക്കമല്ല. എന്നാൽ ഈ സമ്പാദ്യത്തിൽ നിന്നെടുത്ത് മുദ്ദു കൊടുക്കണ്ടേ? മുദ്ദു കൊടുക്കാതെ നിങ്ങൾ വിഹിതം വെച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് കുടുംബം പോറ്റുന്നത് അത് നല്ല സ്വത്തല്ല. അവകാശത്തിന്റെ ഒരു ഭാഗം ഇവിടെ ബാക്കിയുണ്ട്. ബാപ്പ ഹജ്ജ് നിർബന്ധമായ ആളാണ്, ഹജ്ജ് ചെയ്തിട്ടില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്ന് ബാപ്പ കരുതിയിരുന്നു. അതിനിടക്കാണ് മരണം സംഭവിച്ചത്. ബാപ്പാന്റെ സ്വത്ത് മൊത്തം കൂട്ടി നോക്കുമ്പോ 1.5 ഏക്കർ സ്ഥലമുണ്ട്. സെന്റിന് എത്ര ലഭിക്കും? ചുരുങ്ങിയ കാശ് പറയട്ടെ, 75 ലക്ഷം. അത്ര വേണോ ഹജ്ജിന് പോകാൻ? വേണ്ട, അതിന്റെ 10-1 മതി. ഏത് പ്രൈവറ്റിന്റെ കണക്കാ? മുന്റെ കണക്ക് കൂട്ടി പറയാ. നീ കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 15 ദിവസം കൊണ്ട് പോയി വരാം അല്ലെ? കുറെ ദിവസം ഇവർക്ക് പോയി നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 10-12 കൊടുത്താൽ 15 ദിവസം കൊണ്ട് പോയി വരാൻ. പൈസ കയറാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മക്കള് ചോദിക്കുന്നത്, ബാപ്പാക്ക് അന്നെന്തേ പണി? ഇപ്പൊ സ്വത്ത് നമ്മളെ കയ്യിൽ വന്നപ്പോ നമ്മളോട് ഇതൊക്കെ പറയാൻ ബാപ്പാക്കങ്ങ് ചെയ്തുകൂടായിരുന്നില്ലേ? ബാപ്പാന്റെ സ്വത്ത്, ബാപ്പാന്റെ നിർബന്ധ ബാധ്യത ഇപ്പൊ നമ്മുടെ പെരടിയിലേക്കാ വന്നത്. അത് വീട്ടാതെ ഇത് വിഹിതം വെക്കാൻ പറ്റോ? ഇല്ല. അങ്ങനെ വിഹിതം വെച്ചിട്ടുള്ള ജീവിതം അടിച്ചുപൊളിയാകുമെന്ന് കരുതുന്നുണ്ടോ? മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാല് മുളച്ചുണ്ടായത് നരകവുമായി കൂടുതൽ കണക്ഷൻ ഉള്ളതാണ്. ഉമ്മ വഫാത്തായപ്പോ ഉമ്മാക്കൊരു 20 പവൻ സ്വർണമുണ്ട്. എത്ര പവന് മതി ഇന്ന് ഹജ്ജിന് പോവാന്? 10 പവന് വേണം? വേണ്ട. ഒരു പവന് എത്ര? 53 54 എത്ര? ഒരു 10 കൂട്ടുമ്പോഴേക്ക് വന്നില്ലേ ലക്ഷങ്ങൾ? 5 20 പവൻ ഉമ്മാന്റെ സ്വത്ത്. ഇവിടെ വേറെ സ്വത്തൊക്കെ വേറെ ഉണ്ട്. ഇപ്പൊ ആഭരണം മാത്രാ പറഞ്ഞത് 20 പവൻ. മക്കളെല്ലാവരും കൂടിയിട്ട് പറഞ്ഞു, അല്ല ഉമ്മാക്ക് ഹജ്ജൊന്നും ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യണ്ട. ഇവിടെ അല്ലേ തന്നെ നമുക്ക് കടലൊക്കെ പോറ്റണ്ടേ? ആണ് വെച്ചോടി പാത്തിയൊക്കെ ഓതിയിട്ടാണ് വീതം വെച്ചു. നല്ല റാഹത്തിലല്ലേ വിഹിതം? പറ്റൂല.